നമ്മൾ കുറച്ച് ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് CPM-ന്റെ നഗ്നമായ നിയമലംഘനമാണ്. പ്രധാനമായിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നിട്ടും തിരുവനന്തപുരത്ത് പാർട്ടി സമ്മേളനം നടത്താൻ വേണ്ടി റോഡ് അടച്ച് സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തി ഒരു പകലും രാത്രിയും അവിടുത്തെ തിരുവനന്തപുരത്തെ നിവാസികളെ, പ്രത്യേകിച്ച് വഞ്ചൂർ നിവാസികളെ പിന്നെ ഗതാഗത കുരുക്കിൽപ്പെടുത്തി വിഷമിപ്പിച്ച CPM-ന്റെ കാര്യങ്ങളാണ് നമ്മൾ കഴിച്ച കുറെ ദിവസമായി ചർച്ച ചെയ്തത്. അതിന്റെ മേൽ ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതി ഓരോ ദിവസവും ആ വിഷയം പിന്നെ എടുക്കുകയും ഓരോ ദിവസവും താക്കീതുകൾ നൽകുകയും പിന്നെ പാർട്ടിക്കും പോലീസിനും സർക്കാരിനും അധികാരികൾക്കും ചില ചോദ്യങ്ങൾ അവരോട് കോടതി ചോദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ CPM അതുകൊണ്ടൊക്കെ ഒന്ന് മതിയാക്കിയോ അവരുടെ ഈ നിയമലംഘനങ്ങൾ എന്നത്? അധികാരം കയ്യിലിരിക്കുന്നത് കൊണ്ട് എന്തുമാകാം എന്ന ഒരു ഭാവം CPM-നുണ്ട് എന്ന് പലപ്പോഴും ആരോപണം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം അങ്ങനെ ആരോപണം ഉയർത്തുന്നുണ്ട്. നമ്മൾ മാധ്യമങ്ങളും അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം അധികാരമുണ്ടെന്ന് വിചാരിച്ച് ആരെയും ഭയക്കണ്ട, ഇവിടെ പോലീസും ഒന്നും ചെയ്യില്ല അവർക്കെതിരെ എന്നാണ്. നിയമലംഘനം പിന്നെ വളരെ നഗ്നമായിട്ട് പട്ടാപ്പകൽ നിയമലംഘനം ചെയ്യില്ല എന്നാണ്. ഇപ്പോൾ വീണ്ടും ഒരു നിയമലംഘനത്തിന്റെ CPM-ന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമലംഘനത്തിന്റെ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രചരണങ്ങൾ പല ഭാഗത്തും പല രീതിയിലും പലയിടത്തും നടക്കുന്നുണ്ട്, ജില്ലയുടെ പല ഭാഗങ്ങളിലും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ വിഴിഞ്ഞം കോവളം ആ പ്രദേശത്ത് പൂവാർ വിഴിഞ്ഞം പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു വലിയ ജലമേള CPM സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടത്തി എന്നാണ് വരുന്നത്. ജലമേള എന്ന് പറഞ്ഞാൽ ബോട്ടുകളുടെ ഒരു പിന്നെ മേള പൂവാർ പിന്നെ കായലിൽ അവിടെ വലിയ ഒരു മേള നടന്നു. 300ഓളം ബോട്ടുകൾ പങ്കെടുത്തുകൊണ്ട് അതിലെല്ലാം ചെങ്കൊടികളും വെച്ച് കെട്ടി, പിന്നെ അതുപോലെ ചുവന്ന തോരണങ്ങളും വെച്ച് കെട്ടി, പിന്നെ സഖാക്കൾ മുദ്രാവാക്യം വിളിച്ച് സമ്മേളനത്തിന്റെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു മേള അവിടെ നടത്തി. ഉച്ചയ്ക്ക് ശേഷം ആരെയും ഈ ധാരാളം നമ്മുടെ ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശമാണ് പൂവാർ വിഴിഞ്ഞം ആ പ്രദേശത്തെ ബോട്ട് യാത്രയ്ക്ക്. വളരെ മനോഹരമായ ബോട്ട് യാത്രയാണ്. നല്ല വള്ളിക്കുടുകൾക്കിടയിൽ കൂടി കാടുകൾക്കിടയിൽ കൂടി വളരെ ശാന്തമായ ഒരു ബോട്ട് യാത്ര അവിടെ ഉണ്ട്. ഞാൻ ആ ബോട്ട് യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. എനിക്ക് വളരെ മനോഹരമായ ഒരു ബോട്ട് യാത്രയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് കടൽക്കരയിലെത്തുന്നു. കടലും കായലും തമ്മിൽ ഇങ്ങനെ മുത്തി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ മണൽത്തിട്ട മാത്രമുള്ള വളരെ മനോഹരമായ സ്ഥലത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാം. കുറച്ചു നേരം അവിടെ നിന്ന് കടൽക്കാറ്റായിട്ട് വീണ്ടും ബോട്ടിൽ കയറി തിരിച്ച് നമുക്ക് കായൽക്കരയിലേക്കും റോഡ് വക്കത്തിലേക്ക് വരാം. വളരെ മനോഹരമായ ഒരു സ്ഥലം. അവിടെ കഴിഞ്ഞ ദിവസം ഈ CPM-ന്റെ ജലമേള സംഘടിപ്പിച്ചത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മറ്റ് പിന്നെ ബോട്ടുകളൊന്നും തന്നെ, അത് ടൂറിസം തന്നെ അനുവദിച്ചിരുന്നില്ല. ടൂറിസം എന്ന് പറയുന്ന വിദേശികളോ സ്വദേശികളോ ആർക്കും തന്നെ അവിടെ ബോട്ട് യാത്ര അനുവദിച്ചിരുന്നില്ല. പലരും അറിയാതെയൊക്കെ പല ആൾക്കാരും പല സ്കൂളിൽ നിന്നുള്ളവരും ചില വിദേശികളും ഈ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി അവിടെ എത്തി. അവരൊന്നും അറിഞ്ഞിട്ടില്ല. അവിടെ വന്നപ്പോഴാണ് CPM ബോട്ട് യാത്ര നിരോധിച്ചിരിക്കുന്നു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിരോധിച്ചിരിക്കുന്നു, ഇന്ന് അവരുടെ ബോട്ട് യാത്രയാണ്, അതുകൊണ്ട് മറ്റ് ആർക്കും തന്നെ ഇനി ബോട്ട് ഇടാൻ പറ്റില്ല എന്ന് ബോട്ട് ഉടമകൾ പറയുകയും അതിന് ബോട്ട് ഓടിക്കുന്നവർ പറയുകയും ചെയ്യുന്നത് ആണ് സംഭവിച്ചത്. അപ്പം അവരൊക്കെ പിന്നെ നിരാശ. CPM ആണ് ബോട്ട് യാത്ര ഉച്ചയ്ക്ക് ശേഷം നിരോധിച്ചത്, ഇനി അത് നടക്കില്ല എന്ന് പറയും ആൾക്കാരെല്ലാം തിരിച്ചു പോവുകയും ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബോട്ട് യാത്ര തികച്ചും നിയമവിരുദ്ധമായിട്ട് ചട്ടവിരുദ്ധമായിട്ടാണ് അവിടെ നടത്തിയത്. പോലീസിന്റെ സംരക്ഷണയോടുകൂടി, വഞ്ചൂരിൽ പോലീസിന്റെ സംരക്ഷണയോടുകൂടി സ്റ്റേജ് കെട്ടി പിന്നെ വാഹനങ്ങളെ തിരിച്ചു വിട്ടതുപോലെ അവിടെ പോലീസുകാരും മറ്റ് അധികൃതരും ടൂറിസ്റ്റ് അധികൃതരുമൊക്കെ ഈ നിയമം ലംഘിച്ച് ബോട്ട് യാത്ര നടത്തിയപ്പോൾ അതിൽ നോക്കി നിന്നു. മാത്രമല്ല എടുത്തു പറയേണ്ടത്, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ ബോട്ട് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് അതിനെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയും ചെയ്തു. എന്തൊരു മനോഹരമായ മേളയാണത്. കാരണം ഈ മേളയിൽ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു, തെയ്യം അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വച്ചിട്ട് വളരെ കൊട്ടിഘോഷിച്ച് ആഡംബരപൂർണമായിട്ടാണ് ഈ ജലമേള നടത്തിയത്. അത് കണ്ടിട്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഇതുപോലൊരു മേള ഇനി നമുക്ക് ഓണത്തിന് ഇവിടെ നടത്തണം. ഓണത്തിന് നമുക്ക് ഈ നമ്മുടെ ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓണത്തിന് അത്രയ്ക്ക് അങ്ങ് ആവേശമായി പോയി
ഈ നമ്മുടെ ടൂറിസം മന്ത്രിക്ക് മുഹമ്മദ് റിയാസിന് നല്ലൊരു അഭിപ്രായം. കാരണം അത് അങ്ങനെയുള്ള മേളകൾ നടത്തട്ടെ. പക്ഷേ ഇത് ഈ പറയുന്ന നിയമലംഘന ബോട്ട് യാത്ര കണ്ടിട്ടാണ് പെട്ടെന്ന് മുഹമ്മദ് റിയാസ് പോലും അങ്ങനെ പറഞ്ഞത്. മുഹമ്മദ് റിയാസാണ് ഈ നിയമലംഘന ബോട്ട് യാത്ര ഉദ്ഘാടനം ചെയ്തതെന്നും കൂടെ മറ്റൊരു കാര്യമാണ്. പോലീസും ബാക്കി അധികൃതരെല്ലാം നോക്കി നിന്നു. കാരണം വൈകുന്നേരം 5:30 ശേഷം അവിടെ ബോട്ട് യാത്ര പാടില്ല എന്നാണ് ചട്ടം 1. 2, ബോട്ടിൽ യാത്ര ചെയ്യുന്നവർ എല്ലാവരും തന്നെ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണമെന്ന് നിയമമുണ്ട്, ചട്ടം 2. അത് കഴിഞ്ഞിട്ട് ഈ ബോട്ടിൽ ഇരിക്കുന്നവർ ഇരിക്കുന്നതിൽ ചില പ്രത്യേക പൊസിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എഴിച്ച് നടക്കാൻ പാടില്ല. അവര് അവരുടെ സീറ്റിൽ തന്നെ ഉറച്ചിരിക്കണം. ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരിക്കണം. ബോട്ട് കൂടുതൽ മനോഹരമായി കാണുന്നതിന് വേണ്ടി അതിന്റെ മുൻവശത്ത് കയറി ഇരിക്കാൻ പാടില്ല. ബസ്സിലൊക്കെ ഫുട്ബോളിൽ നിൽക്കുന്നത് പോലെ ഈ ബോട്ടിന്റെ ഫ്രണ്ടിൽ കുറച്ച് നല്ല സ്ഥലമുണ്ട്, വിശാലമായ സ്ഥലമുണ്ട്. അതിലിരുന്നാൽ വലിയ മനോഹരമായിട്ട് വെള്ളത്തിലെ ഈ ബോട്ടിങ്ങനെ വെള്ളം ചീറ്റി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പുറത്തിരുന്നാൽ കാണാൻ വളരെ മനോഹരം, നല്ലൊരു അനുഭവമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. പക്ഷേ ഇന്നലെ നടന്ന CPM-ന്റെ ജലഘോഷയാത്രയിൽ ഇതെല്ലാം സംഭവിച്ചു. മുൻവശത്ത് പല കലാരൂപങ്ങളെയും ഉണ്ടാക്കി അവിടെ ഇരുത്തി. പല സഖാക്കളും കൊടികൾ പിടിച്ചുകൊണ്ട് ബോട്ടുകളുടെ മുന്നിലിരുന്നു നിയമം ലംഘിച്ചുകൊണ്ട്. അതുപോലെ ഒരു സഖാവ് പോലും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിരുന്നില്ല. വൈകുന്നേരം 5:30 ശേഷം ബോട്ട് യാത്ര പാടില്ല എന്ന് പറയുന്ന സന്ധ്യ കഴിഞ്ഞ് 6-6:30 മണി വരെയും നേരം ഇരുട്ടിക്കഴിഞ്ഞിട്ടും ആ ബോട്ട് യാത്ര നടന്നു. ഇതൊക്കെയാണ് അവിടെ ചട്ടലംഘനം നടന്നത്. ഈ ചട്ടലംഘനത്തിനെതിരെ അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രതിഷേധമായി അവർ വന്നിട്ടുണ്ട്. കാരണം നാളെ അവർക്കും ഇതുപോലെയൊക്കെ നടത്താനാണല്ലോ. പ്രതിഷേധിക്കും, അത് വേറെ കാര്യം. നാളെ ഇതുപോലെ നിയമലംഘനം അവർക്ക് നടത്താനുള്ളൂ. അതുകൊണ്ട് നിയമ നടപടിക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇനി അത് അവർ നിയമ നടപടിയിലേക്ക് പോകുകയായിരിക്കാം. പക്ഷെ എന്തായാലും ഇതിനകത്ത് ആര് നിയമ നടപടിക്ക് പോവുകയില്ല എന്നുള്ളതിനെ കാണില്ല. CPM ഈ വഞ്ചൂരിലെ അനുഭവം ഉണ്ടായിരുന്നിട്ട് പോലും ഓരോ ദിവസവും കോടതി അതിന് എതിരായിട്ട് സർക്കാരിനോടും CPM-നോടും പോലീസിനോടും ചോദ്യങ്ങൾ ചോദിക്കുകയും അവന്റെ മുൻമുലയിൽ നിർത്തുകയും ചെയ്തിട്ടും ഒരു ചെലുപ്പും ഒരു ഉളുപ്പും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിയമ സംഹിതയോടും നിയമ സംവിധാനത്തോടൊന്നും യാതൊരു ബഹുമാനവുമില്ലാത്ത ഒരു പ്രസ്ഥാനമായി CPM-ഉം CPM ഭരിക്കുന്ന ഭരണകൂടവും മാറിയിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ സമ്മേളനം ഞങ്ങളുടെ പോലീസ് ചെയ്യും എന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.